Don't let people pull you into their storm. Pull them into your peace. ആളുകളുടെ അസ്വസ്ഥതകളിലേക്ക് നമ്മളെ വലിച്ചിടാൻ അവരെ അനുവദിക്കരുത്. പകരം അസ്വസ്ഥതകൾ നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സമാധാനത്തിലേക്ക് അവരെ ഉയർത്താൻ നമുക്ക് സാധിക്കണം എന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ജോർജ് സർ ഇന്നലെ പവർ ഓഫ് പോസ് എന്ന സെഷൻ ആരംഭിച്ചത്. ജീവിതത്തിലെ മോശമായ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിന് വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ പ്രസിദ്ധമായ ഉദ്ധരണിയേക്കാൾ മികച്ച ഒരു ഓർമ്മപ്പെടുത്തലില്ല. Between stimulus and response, there is a space. In that space is our power to choose our response. പ്രേരണയ്ക്കും പ്രതികരണത്തിനുമിടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഒന്ന് പോസ് ചെയ്തുകൊണ്ട് അഥവാ ഒരു ഇടവേള കൊടുത്തുകൊണ്ട് പ്രതികരണം തിരഞ്ഞെടുക്കാനുള്ള ശക്തിയാണ് ഈ സ്പേസ് നമുക്ക് നൽകുന്നത്. അങ്ങനെയുള്ള പ്രതികരണം നമ്മുടെ വളർച്ചയ്ക്കും പരിവർത്തനത്തിനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. A story that illustrates the transformative power of pause is Mahatma Gandhi's Salt March in 1930. ഇന്ത്യക്കാർ സ്വന്തമായി ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധമാക്കിക്കൊണ്ട് കനത്ത നികുതി ചുമത്തി ബ്രിട്ടീഷ് ഭരണാധികാരികൾ. ഗാന്ധിജി ഇത് അടിച്ചമർത്തലിൻ്റെ പ്രതീകമായി കണ്ടു. എന്നിരുന്നാലും ഉടനടി പ്രതികരിക്കുന്നതിന് പകരം സമാധാനപരമായ ആസൂത്രണത്തോടെ സാഹചര്യത്തെ സമീപിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. He paused to reflect his values and to plan a peaceful protest. പ്രതികരണത്തിനു മുമ്പുള്ള ഈ താൽക്കാലിക വിരാമം നിർണായകമായിരുന്നു. ഈ സമയത്താണ് സോൾട്ട് മാർച്ച് എന്ന ആശയം ഉടലെടുത്തത്. രാജ്യത്തിൻ്റെ ഉന്നത മാറ്റത്തിനുള്ള ബോധപൂർവമായ ഒരു തയ്യാറെടുപ്പായിരുന്നു അത്. History shows that pausing to contemplate and plan can lead to profound transformation. So now let's see the two important benefits of pausing. 1. Pausing gives clarity, reconnecting us to the present moment. സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള സമയം നൽകിക്കൊണ്ട് വർത്തമാന നിമിഷത്തിന് കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കുന്നു. 2. Improves relationships by fostering deeper understanding. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ചിന്താപരമായ പ്രതികരണത്തിലൂടെ നമ്മെയും മറ്റുള്ളവരെയും പോസിറ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കുന്നു. ഒന്ന് പോസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിവർത്തനം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും. So let's pause, breathe, recenter ourselves and move forward in life.